A+ലേക്ക് സ്വാഗതം. നമ്മുടെ നാട്ടിൽ നിരവധി ആളുകൾ വാങ്ങുന്ന ഒരു വായ്പയാണ് മുദ്രാ വായ്പ. ഈ വായ്പയെ സംബന്ധിച്ചിട്ടുള്ള നിങ്ങൾ അറിയേണ്ട പ്രാഥമികമായ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള എപ്പിസോഡാണ് ഇന്നത്തേത്. ചെറുകിട വ്യവസായ സംരംഭകർക്ക് വേണ്ടിയുള്ളതാണ് പ്രധാനമന്ത്രിയുടെ മുദ്രാ യോജന. ഈ പദ്ധതി പ്രകാരമുള്ള ആനുകൂല്യങ്ങൾ ദേശസാൽകൃത സ്വകാര്യ ബാങ്കുകളുടെ ബ്രാഞ്ചുകൾ വഴിയാണ് നടപ്പാക്കുന്നത്. ഷിബു, കിഷോർ, തരുൺ എന്നീ 3 ഹിന്ദി വാക്കുകൾ സൂചിപ്പിക്കുന്ന തരത്തിലുള്ള വായ്പാ വിതരണ സംവിധാനമാണ് മുദ്രാ ബാങ്കിൽ ഉൾപ്പെടുന്നത്. ഷിബു 50,000 രൂപ വരെയുള്ള വായ്പകൾ നൽകുന്ന പദ്ധതിയാണ്. കിഷോർ 50,000 രൂപ മുതൽ 5 ലക്ഷം രൂപ വരെയുള്ള വായ്പകൾ നൽകുന്ന പദ്ധതിയാണ്. തരുൺ 5 ലക്ഷം മുതൽ 10 ലക്ഷം രൂപ വരെയുള്ള വായ്പകൾ നൽകുന്ന പദ്ധതിയാണ്. ആകെ തുകയുടെ 60% ഷിബു കാറ്റഗറിക്ക് നൽകണം എന്നാണ് വ്യവസ്ഥ. അനുവദിക്കപ്പെടുന്ന തുകയുടെ 60% വരെ ആദ്യത്തെ കാറ്റഗറിയായ ഷിബു കാറ്റഗറിക്ക് നൽകുന്നു. കൂടുതൽ പേർക്ക് ചെറിയ തുകകൾ എത്തിച്ചു കൊടുത്ത് കൈത്തൊഴിലുകളും കുടിൽ വ്യവസായ സംരംഭങ്ങളും പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് പ്രധാന ലക്ഷ്യം. ഇതിനെ സംബന്ധിച്ചിടത്തോളമുള്ള മറ്റു വിവരങ്ങൾ ഇതാണ്. വളരെ ലളിതമായ ഫോറവും അനുബന്ധ രേഖകളുമാണ് അപേക്ഷിക്കാനായിട്ടുള്ളത്. നിശ്ചിത ഫോറത്തിലുള്ള അപേക്ഷകൾ ഉപയോഗിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. ബാങ്കിൻ്റെ എംബ്ലത്തോടുകൂടി ബാങ്കിൻ്റെ ബ്രാഞ്ചുകളിൽ നിന്ന് തന്നെ ഈ ഫോറങ്ങൾ ലഭിക്കും. അത് പൂരിപ്പിച്ച് ഇനി പറയുന്ന രേഖകൾ സഹിതം ബ്രാഞ്ചിൽ സമർപ്പിക്കേണ്ടതുണ്ട്. 1. സ്ഥിര താമസം തെളിയിക്കുന്ന രേഖകൾ. 2. SC, ST, OBC, മൈനോറിറ്റി എന്നിവർ അത് തെളിയിക്കുന്ന രേഖകൾ. ബിസിനസ് സ്ഥാപനത്തിൻ്റെ വിലാസവും മറ്റും തെളിയിക്കുന്ന രജിസ്ട്രേഷൻ ലൈസൻസ് തുടങ്ങിയവ. ഒരു ധനകാര്യ സ്ഥാപനത്തിലും കുടിശ്ശികക്കാരൻ ആയിരിക്കരുത്. നിലവിൽ ബാങ്ക് വായ്പ ഉണ്ടെങ്കിൽ പ്രസ്തുത ബാങ്കിൽ നിന്നുള്ള അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് കൂടി ഹാജരാക്കണം. നിലവിൽ ഏതെങ്കിലും ബിസിനസ് സംരംഭം നടത്തുന്നവർ അവസാനത്തെ 10 വർഷത്തെ ഫൈനൽ അക്കൗണ്ട്സ് 2 ലക്ഷത്തിന് മുകളിലുള്ള എല്ലാ അപേക്ഷകൾക്കും മാത്രം ഇത് നൽകിയാൽ മതിയാവും. അതുപോലെ ബാലൻസ് ഷീറ്റ് നൽകണം. അതും 2 ലക്ഷത്തിന് മുകളിലുള്ള വായ്പയ്ക്ക് മാത്രം നൽകിയാൽ മതിയാവും. നിലവിൽ ഏതെങ്കിലും സംരംഭം നടത്തുന്നവർ അവസാന 2 വർഷത്തെ വിൽപ്പന കണക്ക് കൂടി ഹാജരാക്കാനുണ്ട്. മറ്റുള്ളവർ വിശദമായ പ്രോജക്റ്റ് റിപ്പോർട്ട് നൽകണം. പ്രൊപ്രൈറ്ററി ഒഴികെയുള്ള സ്ഥാപനങ്ങൾക്ക് ആയതിൻ്റെ ഘടന സംബന്ധിച്ച രേഖകളും അതിൻ്റെ തീരുമാനങ്ങളും നൽകണം. അതുപോലെ പാസ്പോർട്ട് സൈസ് 2 ഫോട്ടോകൾ കൂടി നൽകേണ്ടതാണ്. MS, MG വിഭാഗങ്ങൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾക്കായി ജില്ലാ വ്യവസായ കേന്ദ്രത്തിൽ മെമ്മോറാണ്ടം ഫയൽ ചെയ്ത് SSI രജിസ്ട്രേഷന് തുല്യമായ അംഗീകാരവും നേടാവുന്നതാണ്. അപേക്ഷ, പ്രോജക്റ്റ് റിപ്പോർട്ട്, മറ്റ് രേഖകൾ എന്നിവ തയ്യാറാക്കുന്നതിന് ജില്ലാ വ്യവസായ കേന്ദ്രങ്ങളിലും താലൂക്ക് വ്യവസായ ഓഫീസുകളിലും ബ്ലോക്ക്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ എന്നിവിടങ്ങളിലെ വ്യവസായ വികസന ഓഫീസർക്കും ഇതിനെ സംബന്ധിച്ചിട്ടുള്ള ഗൈഡിംഗ് നൽകാനുള്ള അധികാരമുണ്ട്. അവരെ സമീപിച്ചാൽ ഇത്തരത്തിലുള്ള ഒരു ഗൈഡിംഗ് അഥവാ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യണം എന്നത് സംബന്ധിച്ചിട്ടുള്ള ഒരു വിവരം നൽകുന്നതിന് സമീപിക്കാവുന്നതാണ്. 50,000 രൂപ വരെയുള്ള ഷിബു വായ്പകൾ നൽകുന്നതിന് ബാങ്കുകൾക്ക് ടാർഗറ്റ് തന്നെ ഫിക്സ് ചെയ്ത് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തരം വായ്പകളാണ് വ്യാപകമായി ബാങ്കുകൾ വഴി ഇപ്പോൾ നൽകി വരുന്നത്. എന്നാൽ മറ്റ് വായ്പകൾ അപേക്ഷിക്കുന്നതിന് നിയന്ത്രണമൊന്നുമില്ല എന്നുള്ളതും മനസ്സിലാക്കിയിരിക്കുക. 7 മുതൽ 12% വരെയാണ് ഈ വായ്പകൾക്ക് പലിശ അടയ്ക്കേണ്ടത് എന്നുള്ളതും മറക്കാതിരിക്കുക. സബ്സിഡികൾ ഒന്നും പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും മറ്റു വകുപ്പുകൾ നൽകി വരുന്ന സബ്സിഡി ആനുകൂല്യങ്ങൾ അപേക്ഷകർക്ക് സ്വീകരിക്കാൻ തടസ്സവുമില്ല. തിരിച്ചടവിന് 84 മാസത്തെ കാലാവധിയും 25% വരെ സംരംഭകൻ്റെ വിഹിതവുമായി കണക്കാക്കും. മുദ്രാ വായ്പ നൽകുന്നത്
ചെറുകിട വ്യവസായ സംരംഭങ്ങൾ പ്രോത്സാഹിപ്പിക്കാനാണ് എന്നുള്ളത് പ്രത്യേകിച്ചും മറക്കാതിരിക്കണം. വിപണന മേഖലകൾ സൃഷ്ടിക്കൽ, അതുപോലെ നൈപുണ്യ വികസന പരിപാടികൾ നടപ്പാക്കൽ, ഇങ്ങനെയുള്ള സംരംഭകത്വ വികസന പരിപാടികളും മുദ്ര യോജന എന്ന പദ്ധതി ലക്ഷ്യമാക്കുന്നുണ്ട്. ഇപ്പോൾ കാർഷികാധിഷ്ഠിത സംരംഭങ്ങൾക്കും ഈ പദ്ധതി പ്രകാരമുള്ള വായ്പകൾ ലഭിക്കും. ഡയറി ഫാം, ആട്, കോഴി, പശു ഫാമുകൾ തുടങ്ങിയവയ്ക്കായി മുദ്ര വായ്പകൾ ഇപ്പോൾ നൽകി വരുന്നുണ്ട് എന്നുള്ളതും നിങ്ങൾ പ്രത്യേകിച്ച് അറിയേണ്ടതുണ്ട്. വായ്പ അനുവദിക്കുന്നതിനനുസരിച്ച് നിശ്ചയിക്കപ്പെട്ട മൂല്യം അടങ്ങുന്ന റുപ്പേ കാർഡാണ് വായ്പക്കാരന് നൽകുക. ഓൺലൈനിൽ നിന്ന് തന്നെ അസംസ്കൃത വസ്തുക്കളും കമ്പോണൻറ്റുകളും വാങ്ങുന്നതിന് ഇത് സൗകര്യമൊരുക്കുന്നു. ഈ കാർഡ് പ്രധാനമന്ത്രിയുടെ ജൻധൻ യോജന പദ്ധതിയുമായി ബന്ധപ്പെടുത്തിയും പണത്തിന് ആവശ്യം വരുമ്പോൾ ATM വഴി ക്രെഡിറ്റിനുള്ള തുക പിൻവലിക്കുകയും ചെയ്യാം. വളരെ പെട്ടെന്നുള്ള വായ്പകൾക്ക് ബാങ്ക് ശാഖകളിൽ പോലും പോകാതെ പെട്ടെന്ന് തന്നെ ഇതുവഴി പരിഹാരം കാണാൻ കഴിയുകയും ചെയ്യുന്നു. ഈ പദ്ധതിക്ക് വളരെ ലളിതമായി അപേക്ഷിക്കാൻ കഴിയും എന്നുള്ളതുകൊണ്ട് താൽപ്പര്യമുള്ളവർ അതാത് ബാങ്കുകളെ സമീപിക്കുകയാണ് വേണ്ടത്. കൂടുതൽ വിവരങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ താലൂക്ക് വ്യവസായ ഓഫീസിൽ ബന്ധപ്പെടുകയോ ജില്ലാ വ്യവസായ ഓഫീസിൽ ബന്ധപ്പെടുകയോ ചെയ്യുന്നതും ഉചിതമായിരിക്കും. വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതിന് വേണ്ടി ഇവരെല്ലാം നിയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത്തരം ആളുകളെ ബന്ധപ്പെട്ടും നിങ്ങൾക്ക് ഇതിൻ്റെ വിശദ വിവരങ്ങൾ സമാഹരിക്കാൻ കഴിയും. തുടർന്നും ഈ ചാനലിൽ വിവിധ വായ്പാ പദ്ധതികളെക്കുറിച്ചിട്ടുള്ള വിവരങ്ങളും ഉൾപ്പെടുത്തുന്നുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.